ഗുഡ് മോർണിംഗ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവ് തരുന്ന ഈ വചനങ്ങൾ നമ്മുടെ ആത്മജീവിതത്തിന് വളരെ വിലപ്പെട്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അധികം സമയമൊന്നുമില്ല, ലാസ്റ്റ് ഡേയ്സാണ്. അപ്പോൾ നമ്മൾ വെറുതെ കടന്ന് ഓടിയിട്ട് കാര്യമില്ല. കാരണം ചട്ടപ്രകാരം ഓടുന്നവനാണ് കിരീടം അല്ലെ സമ്മാനം എന്ന് പറഞ്ഞാൽ ആ ഓട്ടത്തിന് ഒരു കുറേ റൂൾസ് ഉണ്ട്. നിയമമല്ല എനിക്ക് പറയുന്നത്, റൂൾസ് ഉണ്ട്. അതും പ്രകാരം ഓടുന്നതിനല്ല, കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് കുറേ നെറ്റ് വർക്ക് ചെയ്തിട്ട് അതിന് പ്രതിഫലം തരാൻ കർത്താവ് ബാധ്യസ്ഥ. ഓക്കെ, ഞാൻ ഒരു വചനം വയ്ക്കാം. റോമർ അതിൻ്റെ 6:17, റോമൻസ് ചാപ്റ്റർ 6:17. ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നുവെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിന് നന്ദി. വൺസ് യു ആർ സിന്നേഴ്സ്. എന്നാൽ ഈ പ്രബോധനം കർത്താവ് തരുന്ന പരിശുദ്ധാത്മാക്കൂടെ നമുക്ക് തരുന്ന പ്രബോധനം നമ്മൾ ഹൃദയപൂർവ്വം അത് സ്വീകരിച്ച് വിശ്വസിച്ച് അത് അനുസരിച്ചപ്പം നമ്മൾ പാപത്തിൽ നിന്ന് മോചിതരായി അല്ലേ. നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു, മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിച്ചു, പാപത്തിൽ നിന്ന് മോചിതരായി. ഇപ്പം നമ്മൾ നീതിക്കടിമകളായതിനാൽ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അടിമ. ദൈവത്തിന് നന്ദി. നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷികതയിൽ സംസാരിക്കുകയാണ്. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ എന്ന് പറഞ്ഞാൽ കണ്ണ്, കൈകൾ, കാതുകൾ, നാവ്, ഇതെല്ലാം നമുക്കറിയാം, പഞ്ചായത്തിൽ നിന്നൊക്കെ പറഞ്ഞ അവയവങ്ങൾ, ലോകമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ അവയവങ്ങൾ, ഒരിക്കൽ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കും. ഓരോ വേർഡ്സും പവർഫുള്ളാണ്, ഓരോ വേർഡ്സും മീനിങ് ഫുൾ. പണ്ട് നമ്മൾ പാപത്തിൻ്റെ, ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ആദത്തിൻ്റെ നേച്ചറായിരുന്നു. അപ്പോൾ ആ നേച്ചർ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ അവയവങ്ങൾ സമർപ്പിച്ചേക്കും. നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, ഇതിനെ നമ്മൾ അങ്ങ് വിട്ടുകൊടുത്തേക്കും. ഇന്ന് നമ്മൾ നീതിക്ക് അടിമകൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ അടിമകൾ, ഇന്ന് പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. അപ്പോൾ പറയുന്നത് ഇനി നിങ്ങളുടെ കൈകളെ, കാലുകളെ, കണ്ണ്, നാവ് ഇതെല്ലാം വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിക്കടിമകളായി സമർപ്പിക്കുകയും. അപ്പോൾ നമ്മുടെ റോളെന്താ, ഉത്തരവാദിത്വം എന്താ? സബ്മിറ്റ്, ഏൽപ്പിക്കുക. എന്തിനാ? കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി തന്നിട്ട് നമ്മൾ വീണ്ടും അത് കുഴഞ്ഞു കിടക്കുകയാണെങ്കിലോ, പഴയ ആ ഒരു ഇത് മാറുന്നില്ല എങ്കിലോ പരിശുദ്ധാത്മാവൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ പല ആൾക്കാരുടെയും ഒരു ഒന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചാണ് വിശുദ്ധി നേടിയെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു നേരെ ഓപ്പോസിറ്റ് സൈഡ് പല ആൾക്കാരും പറയുന്നത്, കർത്താവ് എല്ലാം വേണ്ടി ചെയ്ത്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഇനി നമ്മളൊന്നും ചെയ്യാനില്ല, ഇത് നമ്മളിതങ്ങ് എൻജോയ് ചെയ്യുക, അപ്പം നമുക്ക് മാറ്റമൊന്നും വരുത്തണ്ട, അത് കർത്താവ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കർത്താവ് ചെയ്തു, നമുക്ക് നമ്മുടെ പാപത്തിൽ തുടരാം, നമ്മുടെ ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്താം. നോ, അങ്ങനെയാണ് ഈ വചനം എന്താ പറയുന്നത്. അപ്പം നമ്മുടെ അവയവങ്ങളെ നീതിക്ക് സമർപ്പിക്കുകയും അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി തരും. വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുകയും. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു. പാപത്തിൻ്റെ അടിമയായിരുന്നപ്പോൾ നീതിക്ക് നമ്മുടെ ജീവിതം വല്ല സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നീതിയുടെ അടിമകളാണ്. ഇനി പാപത്തിന് എന്തെങ്കിലും സ്ഥാനം കൊടുക്കാൻ പറ്റും പറയാം. അതാ ഇവിടെ ഉദ്ദേശിച്ചത്. നമ്മൾ പാപത്തിൻ്റെ അടിമയായിരുന്നപ്പോൾ നമുക്ക് നീതിയോ നീതിബോധമോ ഒന്നും ഇല്ലായിരുന്നു, അല്ല ദൈവത്തിൻ്റെ നീതി എന്താണെന്നും അറിയത്തില്ല. അവിടെ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിച്ചു, ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മളെ മാറ്റി നിർത്തിയിരിക്കും, വേർതിരിച്ചു. ഇനി എങ്ങനെ നമുക്ക് പാപത്തിൻ്റെ ഇൻഫ്ലുവൻസിലോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ കർത്താവിൻ്റെ അടിമകളാണ്, അല്ലെങ്കിൽ സ്നേഹത്തിൽ നീതിയുടെ അടിമകൾ. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു. ഇന്നും നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി. ഇപ്പോൾ ഓർക്കുമ്പോൾ പലപ്പോഴും നമുക്ക് നാണം തോന്നുന്നില്ല, എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്. അങ്ങനെ തോന്നുന്നുണ്ടോ? അതോ ഇരുന്ന് അയവർക്കമാണോ? അവയുടെ അവസാനം മരണമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്നും മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനവും നിത്യജീവനുമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, വിശുദ്ധി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയില്ല, ദൈവത്തിൻ്റെ ജീവൻ നമ്മളിലേക്ക് വന്നതിൻ്റെ റിസൾട്ട്, അതിൻ്റെ പ്രൂവ് ചെയ്ത വചനമായി വായിച്ചിട്ടുള്ളത്.
എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്നത്, നേടിയെടുക്കുന്നല്ല പറഞ്ഞു, ലഭിക്കുന്നത്, ദൈവം നമുക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. നമ്മളിത് ഉണ്ടാക്കിയെടുക്കില്ല കേട്ടോ, നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടല്ല നിത്യജീവൻ കിട്ടുന്നത്. നമ്മളിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ വന്ന് പരിശുദ്ധാത്മാവ് വന്നു, നമ്മൾ അതിനെ ഏൽപ്പിച്ചു കൊടുത്ത് കീഴ്പ്പെട്ടു. പരിശുദ്ധാത്മാവെ ഇന്ന് മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം അങ്ങേക്ക് വിട്ടുതരിക. പാപം ചെയ്യണമെന്നൊന്നും അതിൻ്റെ മീനിങ് ഇല്ല. അറിയാതെ വീണ്ടും വീണുപോവാം, പക്ഷേ അന്നേരം പരിശുദ്ധാത്മ വീണ്ടും കൈപിടിച്ച് എഴുന്നേൽപ്പിക്കും. അതിൻ്റെ മേൽ നമുക്ക് ബലം ശക്തി തരാൻ പറഞ്ഞു. ആഗ്രഹം ഉണ്ടെങ്കിൽ സമർപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ അവയവങ്ങളെ ഇനി എനിക്ക് അതിനുവേണ്ടി വിട്ടുകൊടുക്കണ്ട, പഴയ പാപത്തിന് എനിക്ക് വിട്ടുകൊടുക്കണ്ട എന്ന് ഹൃദയപൂർവ്വം ഞാൻ ആഗ്രഹിക്കുകയും പരിശുദ്ധാത്മയുടെ സഹായം അപേക്ഷിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പരിശുദ്ധാത്മ ബലം തരും നമുക്ക് കാണാൻ തുടങ്ങും, അനുഭവിക്കാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിൻ്റെ വേതനം, ശമ്പളം മരണമാണ്. ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവൻ. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, എന്നാൽ ദൈവത്തിൻ്റെ ദാനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവൻ. എങ്ങനെയാണ്? ആ വിശുദ്ധീകരണത്തിൽ കൂടെ. അതല്ല നമ്മൾ കേട്ടത്, ദൈവത്തിൻ്റെ ദാനം, വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവൻ. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. റിസീവ് കർത്താവിനോട് പറഞ്ഞു, എൻ്റെ ജീവനിലേക്ക് അത് സ്വീകരിക്കാൻ എന്നെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ. കർത്താവേ